ദൈവനാമം മഹത്വപ്പെടുവാനാകട്ടെ. വീണ്ടും ഒരു പ്രഭാത കാലത്തില് കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനം എല്ലാവരുമായിട്ട് പങ്കുവയ്ക്കുവാൻ തക്കവണ്ണം ദൈവം കൃപ തന്നതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതത്തിലെ മന്നയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അതിന്റെ വിഷയം തന്നെയാണ് എക്കാലവും കായ്ക്കുന്ന ക്രിസ്ത്യാനി. കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആ തലക്കെട്ടിനൊരു വിചിത്രമായ അനുഭവം ഉണ്ടെന്ന് തോന്നിപ്പോകുന്നു. എക്കാലവും കായ്ക്കുന്ന ക്രിസ്ത്യാനി എന്ന നാമത്താൽ അറിയപ്പെടുന്ന ഈ വിഷയത്തിന്റെ ആധാരവാക്യം എന്ന് പറയുന്നത് മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 20-ാം വാക്യമാണ്. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 20-ാം വാക്യം. ആകയാൽ അവരുടെ ഫലത്താൽ നിങ്ങൾ അവരെ തിരിച്ചറിയും. ഒരു പഴത്തെ നമുക്ക് തിരിച്ചറിയണമെങ്കിൽ, അതിന്റെ രുചിയും ഗുണവും മണവും തിരിച്ചറിയണമെങ്കിൽ അതിന്റെ ആ ഫലം കണ്ടുകൊണ്ട്, ആ പഴം ഏതിന്റെ പഴമാണെന്ന് അത് കാണുമ്പോൾ അതിന്റെ മണം കൊണ്ട് അതിന്റെ രുചി കൊണ്ടൊക്കെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുമെന്ന് കർത്താവ് തന്റെ കേൾവിക്കാരോട് സംസാരിക്കുന്ന ഒരു ഭാഗമാണ് ഇവിടെ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ആധാരവാക്യം എന്ന് പറയുന്നത്. നമുക്ക് ധാരാളം പഴങ്ങള് സീസണൽ ആയിട്ട് കിട്ടും, അല്ലാതെ സീസൺ ഇല്ലാത്തപ്പോഴും ധാരാളം പഴങ്ങള് നമുക്ക് ലഭ്യമാണ്. സ്ട്രോബെറി അങ്ങനെയുള്ള ഒരു പഴമാണ്. എന്നാല് ഈ സ്ട്രോബെറി റോസ് കുടുംബത്തിൽ പെട്ടതായതുകൊണ്ട് നല്ല മണമാണ്, അതുപോലെ നല്ല മധുരവുമാണ്. അവയുടെ ഭംഗിയും അവയുടെ മണവും അവയുടെ രുചിയും ഒക്കെ തന്നെ അതിനെ ശ്രേഷ്ഠമാക്കിയിരിക്കുകയാണ്. അതുപോലെ നമ്മുടെ നാട്ടില് സാധാരണ സീസണായിട്ട് കിട്ടുന്നതാണ് മാങ്ങ, ചക്ക മുതലായ പഴങ്ങൾ. അവയുടെ രുചി അനുസരിച്ചാണ് അവയുടെ വിലയും ഒക്കെ നിശ്ചയിക്കപ്പെടുന്നത്. ചക്കയുടെ സീസൺ ആവുമ്പോൾ ചക്ക, മാങ്ങയുടെ സീസൺ ആവുമ്പോൾ മാങ്ങ, അങ്ങനെ സീസണായിട്ട് കിട്ടുന്നതായ പഴങ്ങളാണ് ഇവയൊക്കെ. എന്നാൽ ഇന്ന് ഈ നാളുകളിൽ നാം മനസ്സിലാക്കുമ്പോൾ ഏത് സീസണിലും ചക്കയും മാങ്ങയും ലഭ്യമാണെന്നുള്ളത് വളരെ വളരെ സത്യസന്ധമായ ഒരു കാര്യമാണ്. കാരണം മനുഷ്യർ അത്യുൽപാദന ശേഷിയുള്ള ചെടികളെ ഉൽപ്പാദിപ്പിച്ച് അവയിൽ നിന്ന് എല്ലാ സീസണിലും പഴങ്ങൾ കിട്ടത്തക്ക പോലെ അവയെ പരിചരിക്കുന്നതായ ഒരു കാലഘട്ടത്തിലാണ് നാം ആയിരിക്കുന്നത്. ഇവിടെ ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് പറയുമ്പോൾ എല്ലാ കാലവും കായ്ക്കുന്ന ഒരനുഭവം പ്രാപിക്കണമെന്ന് ഈ ദൈവത്തിന്റെ വചനം നമ്മെ അറിയിക്കുകയാണ്. എന്നാല് ചിലര് പറയും, ഓ ക്രിസ്ത്യാനി അതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ ഒന്നും കായ്ക്കണ്ടെന്ന് പറയുന്നവരും ഉണ്ട്. എന്നാൽ അങ്ങനെയല്ല. ക്രിസ്ത്യാനി ഏത് കാലത്തിലും ഫലം പുറപ്പെടുവിക്കുന്നവരായിരിക്കണം എന്ന് കർത്താവ് പറഞ്ഞിട്ട് തന്റെ വായനക്കാരോട്, തന്റെ കേൾവിക്കാരോട് പറയാണ്, നിങ്ങൾ എന്നോട് പറ്റിച്ചേർന്നിരുന്നാൽ നിങ്ങൾ നല്ല ഫലം കായ്ക്കും. എന്നിൽ കായ്ക്കാത്ത കൊമ്പുകളെ എല്ലാം ഞാൻ എന്ത് ചെയ്യും? ഛേദിച്ചു കളയും. നല്ല ഫലം കായ്ക്കുന്ന കൊമ്പുകളെ ചെത്തി ഒരുക്കി വൃത്തിയാക്കി അതിൽ നിന്ന് നല്ല ഫലത്തിനായിട്ട് കാത്തിരിക്കും. ഇതാണ് കർത്താവിന്റെ ആ പ്രമാണം എന്ന് പറയുന്നത്. അവിടുന്ന് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നാം നല്ല സാക്ഷ്യമുള്ളവരായി തീരുക എന്നുള്ളതാണ്. അവിടുത്തെ സ്വഭാവത്തിന്റെ സാക്ഷ്യം വഹിക്കുവാൻ തക്കവണ്ണമാണ് നമ്മെ കർത്താവ് വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത്. ആ കർത്താവിന്റെ സ്നേഹത്തിന്റെ സാക്ഷ്യം, ആത്മാവിന്റെ ഫലം നിറഞ്ഞവരായി തീരുക എന്നുള്ളതാണ്. നാം ആ ഭാഗം വായിക്കുമ്പോൾ ഗലാത്യ ലേഖനം 5-ാം അധ്യായം അതിന്റെ 22-ഉം 23-ഉം വാക്യങ്ങള് നമ്മെ വളരെയേറെ ചിന്തിപ്പിക്കുന്നതായ ദൈവത്തിന്റെ വചനമാണ്. ആത്മാവിന്റെ ഫലമോ സ്നേഹം. ആത്മാവിന്റെ ഫലം ഒരു ഫലമാണ്. എന്നാൽ ആ ഫലം, സ്നേഹമാകുന്ന ഫലത്തിന് പല രുചികളുണ്ട്. ഒരു ആത്മാവിന്റെ ഫലം, സ്നേഹമായ ആ ഫലം നമ്മളില് ഉണ്ടായി കഴിഞ്ഞാൽ അതിന് പല രുചികളാണ്, താഴോട്ട് അതിന്റെ രുചികളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആത്മാവിന്റെ ഫലങ്ങളല്ല, ആത്മാവിന്റെ ഫലമാണ്. ഒരു ഫലമാണ്, അത് സ്നേഹമാണ്. ദൈവസ്നേഹം നമ്മളിലേക്ക് ഒഴുകി വന്നു കഴിയുമ്പോൾ അതിന്റെ രുചിക്കൂട്ടുകള്, അതിന്റെ രുചി ഭേദങ്ങളാണ് പിന്നീട് ദൈവത്തിന്റെ ദാസനായ അപ്പോസ്തലൻ പൗലോസ് പറയുന്നത്. ആത്മാവിന്റെ ഫലമോ സ്നേഹം. ആ ഫലം നമ്മളിൽ ഉണ്ടാകുമ്പോൾ സന്തോഷമുണ്ട്, സമാധാനമുണ്ട്, ദീർഘക്ഷമയുണ്ട്, ദയയുണ്ട്, പരോപകാരമുണ്ട്, വിശ്വസ്തതയുണ്ട്, സൗമ്യതയുണ്ട്, ഇന്ദ്രിയജയമുണ്ട്. ഈ കാര്യങ്ങള് നമ്മളിൽ ദൈവം
തന്നിരിക്കുമ്പോൾ ഈ ഫലം മറ്റുള്ളവർക്ക് പകരുവാനാണ്. രുചി പകരുന്നവരായി തീരുക. നമ്മുടെ ക്ഷമയിലൂടെ, നമ്മുടെ സഹനത്തിലൂടെ, നമ്മുടെ ഇന്ദ്രിയ ജയത്തിലൂടെ, നമ്മുടെ സന്തോഷത്തിലൂടെ, നമ്മുടെ സമാധാനമുള്ള ജീവിതത്തിലൂടെ മറ്റൊരാൾ ദൈവത്തിന്റെ സ്നേഹത്തിലേക്ക് ആകർഷിക്കപ്പെടുന്ന ഒരു ക്രിസ്ത്യാനിയാകുവാനാണ് നമ്മെ വിളിച്ചിരിക്കുന്നത്. ഈ പ്രഭാതത്തില് നാം ചിന്തിക്കുക, ആത്മാവിന്റെ ഫലമായ സ്നേഹം അത് എന്നെ ഫലവത്താക്കി തീർക്കുവാൻ തക്കവണ്ണം ദൈവം തന്നിരിക്കുന്ന വലിയ വരദാനമാണ്. ആത്മാവിന്റെ ഫലമായ സ്നേഹത്തിന് നമ്മെ ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ? ക്രിസ്തുവിന്റെ സ്നേഹം ആണ് ആത്മാവിന്റെ ഫലമായ ആ സ്നേഹം നമ്മളിലേക്ക് പകരുന്ന അനുഭവം. കർത്താവ് നമുക്ക് വേണ്ടി എത്ര ത്യാഗത്തോടു കൂടിയാണ് നമ്മെ സ്നേഹിച്ചതെന്ന് ഓർക്കുക. അവിടുത്തെ സ്നേഹം നമ്മളിലേക്ക് ഊറ്റി തന്നിരിക്കുകയാണ്. നാം അത് ആവോളം നുകർന്നുകൊണ്ട് അത് മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കുന്നവരായി തീരുന്ന അനുഭവമാണ് എപ്പോഴും കായ്ക്കുന്ന ക്രിസ്ത്യാനി എന്ന വാക്കിലൂടെ നാം മനസ്സിലാക്കുന്നത്. ആ ക്രിസ്തുവിന്റെ സ്നേഹം മറ്റുള്ളവരിലേക്ക് പകരുവാൻ നാം ഒരു ചാനലായി തീരുമ്പോൾ കർത്താവിന്റെ സമാധാനത്തിലേക്കും സന്തോഷത്തിലേക്കും ഒക്കെ സാക്ഷ്യം വഹിക്കുവാൻ തക്കവണ്ണം സാധ്യമായി തീരുന്ന അനുഭവം പ്രാപിക്കുവാൻ കഴിയും. അങ്ങനെയുള്ള ഒരു ജീവിതമാണ് ദൈവം ഈ കാലങ്ങളിൽ നമ്മിൽ കൂടെ ആഗ്രഹിക്കുന്നത് എന്നുള്ള കാര്യം മറന്നു പോകരുത്. ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ എപ്പോഴും ഫലം കായ്ക്കുന്നത് ആത്മീയ വളർച്ചയുടെ ഒരടയാളമായിട്ട് വെളിപ്പെടുന്നു. ഒരു ആത്മീയ ജീവിതത്തിന്റെ ഉയർച്ച അല്ലെങ്കിൽ വളർച്ച ഒരു ഫലമുള്ള ക്രിസ്ത്യാനിയിൽ കാണുന്ന അനുഭവമാണ്. അതുകൊണ്ട് നാം യഥാർത്ഥത്തിൽ കർത്താവിൽ വസിക്കുന്നുണ്ടെന്നും നാം വളരുന്നുണ്ടെന്നും നാം മറ്റുള്ളവർക്ക് ആ വളർച്ച പങ്കിടുന്നുണ്ടെന്നും മനസ്സിലാക്കുന്നത് നമ്മുടെ ആത്മീയതയുടെ അളവുകോൽ നിശ്ചയിക്കുന്നതും നമ്മുടെ വിശ്വാസ അടിസ്ഥാനമായ ജീവിതത്തിലൂടെയാണ്. അതുകൊണ്ട് ഫലം കായ്ക്കുന്ന എല്ലാ കാലത്തിലും എല്ലാ സമയത്തിലും നല്ല ഫലമുള്ള ഒരു ക്രിസ്ത്യാനിയായി ജീവിക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ പാദപീഠത്തിൽ നമ്മെ സമർപ്പിക്കാം. പരിശുദ്ധാത്മാവ് നമ്മിൽ സ്നേഹം പകരട്ടെ. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നമുക്ക് വളരാം, ആത്മീയതയിൽ നമുക്ക് വളരാം, വിശ്വാസത്തിൽ നമുക്ക് വളരാം. മറ്റുള്ളവരെയും കർത്താവിങ്കിലേക്ക് ആനയിക്കുവാനുള്ള ഒരു ചാനലായി ദൈവം നമ്മെ എടുത്ത് ഉപയോഗിക്കുവാൻ തക്കവണ്ണം സമർപ്പിക്കാം. ഈ പ്രഭാതത്തിൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു പ്രഭാതം കൂടി അടിയങ്ങൾക്ക് ദാനം തന്ന കൃപയ്ക്കായി സ്തോത്രം. ഈ സമയം വരെയും അടിയങ്ങളെ കർത്താവിന്റെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു പരിപാലിച്ചുവല്ലോ. ദൈവമായ കർത്താവ് നാളുതോറും ഞങ്ങളെ അതിശയരമായി പോറ്റി പുലർത്തുന്ന അവിടുത്തെ ദയയെ ഓർത്ത് അങ്ങയ്ക്ക് നല്ല സാക്ഷ്യമുള്ളവരായി തീരുവാൻ തരുന്ന വചനത്തെ ഓർത്തും നന്ദി പറയുന്നു കർത്താവേ. ഈ ദിവസത്തിലെ ജന്മദിനമുള്ളതായ പ്രിയപ്പെട്ടവരെ കർത്താവിന്റെ പാദപീഠത്തിൽ സമർപ്പിക്കുന്നു. പൊന്നയ്യെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, ജിജി ജോണിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, സാം കെ മാത്യുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ, ബാബുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജോസഫ് പീറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, റിച്ചാർഡ് സോളമനും കർത്താവെ, അതുപോലെ ദൈവമേ ജോൺസൺ പൗലോസിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ പ്രിയപ്പെട്ടവരെ അതിശയരമായിട്ട് പുലർത്തുന്ന ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം. ഓരോ നാളിലും വാർദ്ധക്യമുള്ളവരുണ്ട്, എങ്കിലും ദൈവത്തിന്റെ അദൃശ്യമായ കാര്യത്തില് അവിടുന്ന് ബലപ്പെടുത്തി നിർത്തുന്നത് കൊണ്ട് സ്തോത്രം. പ്രിയപ്പെട്ടവരെ സഹായിക്കണമേ നാഥ. അങ്ങയ്ക്ക് ഇമ്പമായിട്ട് ജീവിപ്പാൻ, സാക്ഷ്യമായിട്ട് ജീവിപ്പാൻ, മറ്റുള്ളവരിലേക്ക് ക്രിസ്തുവിന്റെ സ്നേഹം പകരുന്ന ചാനലുകളായിട്ട് നിൽക്കുവാൻ പ്രിയപ്പെട്ടവർക്ക് കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരെ കർത്താവ് കഴിഞ്ഞ നാളുകളിൽ അതിശയരമായി പുലർത്തിയതുപോലെ വരും നാളുകളിലും അവിടുത്തെ കൃപയിലും സമാധാനത്തിലുമായിരിക്കാൻ സഹായിക്കണമേ. ഓരോ ദിവസവും ദൈവത്തിന്റെ ദാനമായ ഓരോ ദിവസവും ആയുസിനോട് കൂട്ടിച്ചേർക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ കർത്താവിന്റെ കൃപയിൽ നിലനിർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, രോഗികളും കഷ്ടത്തിലും ആയിരിക്കുന്നവർക്കൊക്കെയും സൗഖ്യം അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ വേല ചെയ്യുന്ന എല്ലാ വേലക്കാരെയും അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഓരോ ദിവസവും തരുന്ന വിലയേറിയ വചനങ്ങൾ ഗ്രഹിക്കുന്ന ഓരോ മക്കൾക്കും ദൈവമേ പുതിയ പുതിയ കൃപകളെ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കാലത്തും ഫലം കായ്ക്കുന്ന ദൈവമേ, ആ അറ്റരികത്ത് നിൽക്കുന്ന ഫലവൃക്ഷം പോലെ അടിയങ്ങളെ ആക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാവിൽ വളരുവാൻ അടിയങ്ങളെ സഹായിക്കണം. അവിടുത്തെ വരവോളം നിൽക്കുവാനും വരവിൽ അടിയങ്ങൾ എടുക്കപ്പെടുന്നവരുടെ കൂട്ടത്തിലായി തീരുവാനും അടിയങ്ങളെ സഹായിച്ച് അനുഗ്രഹിക്കണമെന്ന് യേശു മൂലം ചോദിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ നല്ല പിതാവേ. ആമേൻ. ഏവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കും.